ഹായ് ഹായ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾക്ക് ഭയങ്കര മഴയുള്ള ദിവസങ്ങളാണ് ഇപ്പം എന്നും ഉണ്ടാവല്. ഇന്ന് നമ്മൾക്ക് നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നിൽക്കാനൊക്കെ ആയി. അല്ലെങ്കിൽ എല്ലാവരും അടച്ച് റൂമിലിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. പേടിച്ചെറുകി ഇന്നലെ ഈ സമയത്തൊക്കെ നല്ലൊരു അപ്പം ഞാൻ ഈ സമയത്ത് ഇന്നലെ 25 കൊല്ലം അങ്ങനെയൊക്കെയാണ്. അമ്മ ആ സമയത്ത് വന്നു ഉമ്മറത്തേക്ക്. എന്നിട്ട് റൂമിൽ നിന്ന് എല്ലാ ലൈറ്റും അവിടെ മിന്നിന്നൊക്കെ അപ്പൂസ് പറയുന്നുണ്ട്. ഓൻ പിന്നെ അവിടെ അപ്പൊ അമ്മ അങ്ങോട്ടന്നെ ഓടിയെന്ന്. ഉമ്മറത്തേക്ക് വന്ന ആള് അങ്ങോട്ടന്നെ പോയി. അല്ലെങ്കിൽ ഇങ്ങനെ ഇടി ഏത് സമയത്താ പൊട്ടണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇന്ന് പക്ഷെ ഒന്നുമില്ല കേട്ടോ. പക്ഷെ മഴയുടെ ലക്ഷണം കാണിക്കുന്ന തുമ്പികൾ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. രാത്രിക്ക് ആവും തോന്നുന്നുണ്ട്. തുമ്പി രാത്രി മഴ പെയ്യുണ്ടാവേ. അപ്പൊ രാത്രി മഴ പെയ്യുണ്ടാവും. അപ്പൊ നമ്മള് മറന്നിട്ടുണ്ട്. നമ്മളെ മുളകുണ്ടല്ലോ ഇവിടെ. പുറത്തിറങ്ങുകൊണ്ട് കാണാനായി ഉണങ്ങാട്ട മുളക്. അപ്പൂസിന് ഇന്ന് ട്യൂഷനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞായറാഴ്ച ആയിട്ടും പോകാൻ വേണ്ടി നമ്മൾ ഇട്ട മുളകുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഇറങ്ങോണ്ട് അത് കാണാനായി. ഇതെന്താ അരക്കൊരു കെട്ടൊക്കെ വയറിനെ പിടിച്ചിട്ടൊരു കെട്ടൊക്കെ കെട്ടിയത്. നമ്മൾ തുളസിക്ക് ഇങ്ങനെ കതിരൊക്കെ ഉണ്ടാവും. അതിടയ്ക്ക് പറിച്ചിട്ടാല് ശരിക്കും ഇങ്ങനത്തെ ഈ കതിര് പറിച്ചിട്ടാല് വട്ടത്തില് വരും. ശരിക്കായി വരും. അതിനാണ് ഈ കതിരൊക്കെ ഇടയ്ക്ക് ഉണ്ടാവും. അതിനെപ്പോഴും ഇവിടെ നിൽക്കുമ്പോ ഇങ്ങനെ പറിച്ചിട്ട് കേട്ടോ. അപ്പോൾ സന്തോഷേട്ടോ ഇന്ന് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അകത്തന്നെ കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളെ വിശേഷം ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ ഈ നിൽക്കുന്നത്. നമുക്കിന്ന് മനസ്സിക്ക് ഏറെ ടെൻഷനായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇത്രയും സമയം വൈകിട്ടും വന്നത്. 6 മണി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഉമ്മർത്ത് ഇതാ വരിക്ക് ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അപ്പൂസിൻ്റെ സ്കൂളിൽ അപ്പൂസ് പറഞ്ഞു കൊടുത്താ അപ്പൂസെ എന്താ ഉണ്ടായി പറഞ്ഞു കൊടുക്കാൻ. എങ്ങനെ മരിച്ചേ? കഴുത്തിന് വെച്ചിട്ട്. അപ്പോൾ 2 കൂട്ടുകാരന്മാരാണ് കാട് വെട്ടാൻ വേണ്ടിയിട്ട് പോയത്. രാവിലെ പണിക്കിറങ്ങിയതാട്ടോ. എന്നിട്ട് 7 മണിയായിട്ടുള്ളൂ. ആ സമയത്ത് ഇവരെ സ്കൂളിൻ്റെ പഠിക്കൽ വെച്ചിട്ട് ഒക്കെ ചാരങ്കാവ് അടുത്തുള്ള ആൾക്കാർ തന്നെ കേട്ടോ 2 എന്നിട്ട് അവിടെ നിന്ന് എന്തോ വാക്കത്തർക്കം ഉണ്ടായത് കാരണം ഈ കാട് വെട്ടുന്ന സമയത്ത് അതെടുത്തിട്ട് കഴുത്തിൽ വെച്ചു ഒരാളെ. അപ്പോൾ ചാത്തങ്കോട്ടൂറം നമ്മളെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഈ മരിച്ച ആളെ വീട്. ചാരങ്കാവാണ് ഈ ചെയ്ത ആളെ വീടും. 35 വയസ്സായിട്ടുള്ളൂ. ചെറിയ മരിച്ച ആളും ഏകദേശം ഒക്കെ ഒപ്പാണ്. ചാരങ്കാവ് സ്കൂളൊക്കെ ഏകദേശം ഒപ്പം പഠിച്ചതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം പറഞ്ഞു. അപ്പോൾ എന്തായാലും എന്താ പ്രതീക്ഷിക്കാതെ രാവിലെ പണിക്ക് ഇറങ്ങിയതാവും. 7 മണി ഈ സമയത്താണ് ഈ സംഭവം. അത് ഒരുവിധ ആൾക്കാരൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇതൊന്നും തുറക്കാൻ പറ്റണില്ല. നമുക്കിത് മറക്കാനും ഇതൊന്നും വരുന്ന ന്യൂസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആയപ്പോൾ നമ്മളെ കാത്തിരിക്കലോ വിചാരിച്ചിട്ട് നമ്മളപ്പം പെട്ടെന്ന് നമുക്ക് അങ്ങനെ എന്താണ് ഞങ്ങളത് വിചാരിച്ചിട്ടാണ് നമ്മൾ വിശേഷമായിട്ടൊന്ന് വന്നത്. നമ്മൾ എന്താണെന്ന് അറിയില്ല. ദിവസം നമ്മളെ കാണാതിരിക്കാൻ പറ്റാത്ത കുറേ ആളുണ്ട്. അപ്പോൾ എന്താണാവോ എന്ന് ചോദിച്ചും വാട്സപ്പിലടക്കം മെസ്സേജ് വരലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് വരാമെന്ന് വിചാരിച്ചത് അല്ലേ. ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോയിട്ട് അപ്പൂസിന് ട്യൂഷൻ ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ട്യൂഷൻ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ രാത്രി എൻ്റെ മെസ്സേജ് വന്നിട്ട് ട്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മറക്കാൻ പറ്റണില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെന്താ വരുന്നില്ല എന്ത് വന്നേ? അപ്പൂസാണ് നമ്മളെ ഹീറോ. അപ്പൂസിന് കുറെ കൃഷിയൊക്കെ കാണിച്ചു തരാം. നമ്മള് ചെടിയൊക്കെ വെച്ചത് അജ്ജ് പറിച്ചിട്ടതൊക്കെ അജ്ജ് കുഴിച്ചിട്ടത് അച്ഛൻ പറിച്ചിട്ടു. അത് കണ്ടോ? ഇത് വേറെ അപ്പൂസ് ഇവിടെ തോട്ടവാഴ വെച്ചേന്നേ. ഇത് വേറെ ഞാനൊക്കെ കുഴിച്ചിട്ടിരുന്നു. അത് എടുത്തിട്ടിട്ട് മാറ്റി വേറെ ചെടി വെച്ചു. കണ്ടോ? നേരല്ല അവന് ഈ പറഞ്ഞ പോലെ 7:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് പോണം. പിന്നെ വരുന്നത് 5 മണി കഴിഞ്ഞിട്ടാ. വന്നതിന്റെ ശേഷം പിന്നെ എന്തേലും കഴിക്കാൻ മേല് കഴുകുക, അകത്ത് കയറില്ലേ. പിന്നെ കുറെ ആയിട്ടൊരു ഇതില്ല. പിറ്റേ ദിവസം അതുപോലെ തന്നെ. പിന്നെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പൂസ് മാറ്റി വെച്ചു. പിന്നെ ഇന്നാണ് ഇപ്പൊ ഒന്ന് പുറത്ത് ഇറങ്ങിയതൊന്ന് ഒരു ശരിക്കുള്ള ഒരു കാറ്റും കണ്ടത് അല്ലേ. പിന്നെ നമുക്ക് ഇന്ന് ഈ നേരത്തെ ഇവിടെ ഉദ്ഘാടനം നടക്കണ്ട. അപ്പൂസ് ഇന്നെ നിർത്തുന്നില്ല. അമ്മ പറയും. ഓൻ ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇതാ
എന്ത് കഴിയുന്നുണ്ട് ഞാൻ പിടിച്ചേരം വർത്തമാനം പറഞ്ഞു അറേ ഇവിടെ വീണു. ഞാൻ വിചാരിച്ചപ്പോ എന്തോടെ കല്ല് പെറുക്കണ പോലെ അവിടെ കുമ്പിട്ട് നിക്കണേ. അപ്പൊ എന്താ ചെയ്തതറിയില്ല, ആകെ ചെരലിന്റെ സൗണ്ടൊക്കെ കേൾക്കണുണ്ട്. അപ്പൊ വീണതാണ്. ഞാൻ വീണതല്ലാന്ന്. അപ്പൊ ഞാന് കൂടുതല് പുതിയ വീഡിയോയില് വരലില്ല. ഇനി ഞാൻ അപ്പൂസിനെ എത്തിച്ചാണ്. ഞാൻ അപ്പൂസ് എടുക്കും വീഡിയോ. അപ്പൂസ് ഏറ്റെടുത്തു പറഞ്ഞു. അപ്പൂസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ഒന്ന് ചേഞ്ച് എടുത്താൻ പോവാണ് നാളെ മുതല്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. നാള് പറഞ്ഞേന്നു. പിന്നെ അങ്ങനെ നമ്മളെ കാര്യം അറിയാലോ. നമുക്ക് ഇന്ന് കാണുന്ന പോലെ ഒരു നാളെ പിന്നെ നമ്മളത് കാണിക്കാനുള്ളത് എന്താ ചോദിച്ചാല് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങള്, പിന്നെ ഈ അടുക്കളത്തെ കുക്കിങ്, പിന്നെ പല ബ്ലോഗേഴ്സ് പല കാര്യങ്ങളും പുറത്തു കൊണ്ടൊക്കെ നമുക്ക് അങ്ങനത്തെ നമ്മൾ പോകില്ല. പണ്ട് തൊട്ടേ നമ്മളെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കാണുന്നത് എന്താ വെച്ചാല് ഒന്ന് സിന്ധേച്ചിന്റെ വീടും ഒന്ന് നമ്മളിവിടെ പിന്നെ അമ്പലം, പിന്നെ വേറെ നമുക്ക് ഇതിൽ കൂടുതൽ നമുക്ക് കാണിക്കാമല്ലോ. നല്ല ചെടി ഇതാട്ടോ. നമുക്ക് പിന്നെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്നറിയോ, കുറച്ച് ചെടികളൊക്കെ ഇരിക്കലാണ് കേട്ടോ. ഇതിപ്പോ നല്ല സെറ്റാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഒക്കെ സന്തോഷേട്ടൻ്റെ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, സന്തോഷേട്ടൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് പറയാം. നമ്മൾ കുഴിച്ചിട്ട് പൂവിടാനാകുമ്പോൾ അതൊരു പറിച്ചിട്ട് വേറെ ഒന്നിക്കൽ വെക്കും, പിന്നെ അവിടുന്ന് പറിച്ചിട്ട് വേറെ ഒന്നിക്കുക. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഞാൻ ശരിക്കില്ലാന്ന് ഷിജി പറഞ്ഞ അങ്ങനെ പറഞ്ഞോണ്ട് വായതോരത്തെ പറയും. ഞങ്ങളെ കൊണ്ട് കുടുങ്ങലാണ്. കയ്പവള്ളി ഉണ്ടായിട്ടുണ്ട്, അത് പൂവൊക്കെ ഇട്ട് ആ ചിക്കുമ്മയ്ക്ക് പടർന്നിക്കാണ്. ഞാൻ കോഴിക്കള്ളി പറിച്ച അടയാളായി കാണുന്നു കേട്ടോ. അന്നേരം കോഴിക്കറിച്ച് വള്ളി കൂടി പൊട്ടിച്ചു, അല്ലാതെ ഇന്ന് കായ കിട്ടണ്ടേ. പുളിയർമ്പാണ് ഇഷ്ടം പോലെ. പിന്നെ നമ്മളെ തക്കാളി ഇന്ന് തക്കാളി വഴുതനയൊക്കെ ഇതൊക്കെ ആൾക്കാർ കുറെ കണ്ടമ്മ പഴുക്കാനായിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞ സൂപ്പർ. അപ്പോൾ വെണ്ടയ്ക്കകളും പലതരം കണ്ടതല്ലേ വന്നാലും വലുതായി വരുന്നേ കണ്ടില്ലല്ലോ, ചെറുതായതല്ലേ കണ്ടിട്ടുള്ളൂ. സുഖമല്ലോ, കലാത്തിയൊക്കെ സുഖല്ല. ഇത് നിങ്ങൾ വെച്ചിട്ടല്ലേ? അതാണിത് അങ്ങനത്തെ ഒരു സുഖം. അങ്ങനത്തെ ഒരു ക്ഷീണുണ്ട്, പിന്നെ ഒരു ക്ഷീണുണ്ട്. കലാത്തിക്ക് മാത്രം നനച്ചെടുത്തിട്ടുണ്ട് അല്ലേ? വേറൊന്നും നനച്ചെടുത്തില്ല. മറ്റേതൊന്നും ഇപ്പൊ അതിന് അങ്ങനെ വെള്ളം കിട്ടിക്കോടൊന്നുമില്ല. അങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ നിക്കും, നല്ല ഭംഗിക്ക് നിക്കണുണ്ടല്ലേ. ഇത് നനവൊന്നുമില്ല. ഇനി മൊത്തം ഇവിടെ പിടിച്ച് കെട്ടണം. കോലെടുത്താണ്. പിന്നെ ഇങ്ങോട്ടൊരു ചെരിവുണ്ട്. അത് ഞാൻ എന്താ വെച്ചാൽ അവിടുത്തെ കലാത്തിയ വലുതായാലും ഞാൻ അതെടുത്ത് കുഴിച്ചിടും. നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ ഓനും നമ്മളൊപ്പം പോകുന്നതാണ്. ഇങ്ങോട്ട് വാ, തിന്നാൻ കൊടുക്കേണ്ട സമയമായി. നമ്മളെന്താ ഇവര് നായിക്കൂടെ പോയത് അടുക്കളയിൽ വട്ടം തിരിയല്ലോ. മെയിൻ ഓഫ് ആക്കണം, അല്ലെങ്കിൽ കുത്തുമ്പോ ചോക്ക് അടിച്ചു. മെയിൻ ഓഫ് ആക്കണോ? അത് കഴിയുമ്പോ കുത്തുമ്പോ ചോക്ക് അടിച്ചു. അന്ന് മരം മുറിച്ചപ്പോ പോയതാ. അതല്ലേ ഇത് അതിന് കൊടുത്ത അതിനോടത്ത് കൊടുത്ത ശരിയാക്കി തരും പറഞ്ഞില്ലേ? അല്ല, അതിനൊരു വള്ളി കഴിയുമ്പോ കുത്തിയതി. ഇനി ട്രിക്ക് അറിയാം, ഓരത് നോക്കാനില്ല. അതിരേമ വന്നിട്ട് നമുക്ക് പറയാം. ഫുൾ അപ്പൂസിനായിട്ട് ഏൽപ്പിച്ച് ഇനി എഡിറ്റിങ് അപ്പൂസ്, ക്യാമറമാൻ അപ്പൂസ്, സംസാരിക്കണ ഇതൊക്കെ അപ്പോ പണി പാളില്ല. അപ്പോ നോക്കപ്പോ ഇതൊക്കെ അപ്പ് കണ്ടേന്നോ? ഓടിന്റെ ഉള്ളിൽ കൂടെ വെച്ച ചെടികള് നല്ല കുരുവിന്റെ കുരുവിണ്ട്. ഒരു കുരുവി ഒന്ന് കൂടി വെച്ചിട്ടുണ്ട്. ഇത് പണ്ടേ നമ്മളെ വീട്ടിലുണ്ടാവും. അത് ഇരട്ട കാണില്ലല്ലേ ഈ തൂങ്ങി. അല്ല, കുരുവിന്റെ അപ്പൊ ഇതില് കാണേ, ഇതില് കാണേ മുട്ടല്ലേ, മുട്ടല്ല അങ്ങോട്ട് തന്നെ വരും. വേണ്ട അപ്പോ കണ്ടോളിട്ടാ. ഇതാട്ടാ ചുണ്ട് കണ്ടുണ്ടോ? അപ്പൂസ് പറഞ്ഞിട്ടാണ്. ഓളെ മുഖറിനങ്ങനെ കാണിക്കല്ലേ. എന്താ സൗന്ദര്യമുള്ള മുഖം. അപ്പോഴും ഒന്നും കൂടി ഉണ്ടോ? അതിപ്പോ മുട്ടിട്ട് വിരിഞ്ഞു. കുരുവി ഉണ്ടല്ലോ, ഓരോ കുഞ്ഞു കുഞ്ഞു കുത്ത് സാധനം എവിടുന്നേലും പോയി കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. എത്ര ദിവസം കൊണ്ടാണ് ആ വീട് കയറിയേ. കൊടുത്തു. അപ്പൊ നാളെ കാണാം. സമയം വൈകിട്ടോ ബാങ്ക് കൊടുത്തു. ബൈ.